ഒരു നിഗൂഢമായ ദൈവിക രഹസ്യമാണ് ദൈവവിളി. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പും അവിടുത്തെ പദ്ധതികളും പലപ്പോഴും മനുഷ്യ മനസ്സിന് ദുർഗ്രഹമായ സമസ്യകളാണ്. എന്നാൽ അനന്തമായ നന്മ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ദൈവനിയോഗങ്ങൾ ഓരോ ഇടപെടലുകൾക്കും പിന്നിലുണ്ടാവും. ഇത്തരത്തിലുള്ള ഓരോ ദൈവിക സ്പർശവും ദൈവപുത്രന്റെ രക്ഷാകര കർമ്മത്തിന്റെ തുടർച്ചയാണ്. ഭൂമിയിലെ ഓരോ ആത്മാക്കളെയും തന്നോട് ചേർത്തു നിർത്തുവാൻ തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരിലൂടെ അവിടുന്ന് പദ്ധതിയൊരുക്കുന്നു. ഓരോ ദൈവവിളികളിലൂടെയും അനേക ആത്മാക്കൾ സ്വർഗത്തോട് കൂട്ടിച്ചേർക്കപ്പെടുന്നു. കാഞ്ഞിരപ്പള്ളി സെയിന്റ് ഡൊമിനിക്സ് കത്തീഡ്രൽ വികാരി ബഹുമാനപ്പെട്ട ജോർജ് ആലിങ്കൽ അച്ഛൻ തന്റെ തിരിച്ചറിവുകളും പ്രവർത്തന ശൈലികളും കൊണ്ട് വ്യത്യസ്തനാണ്. കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ഏറെ പ്രധാന മേഖലകളിൽ ദൈവജനത്തെ വളർത്തിയെടുക്കുകയും 9 വർഷത്തോളം രൂപതയുടെ വികാരി ജനറൽ ആയിരിക്കുകയും ചെയ്ത അദ്ദേഹം ക്രിസ്തുവിന്റെ സ്വന്തം ജനത്തിനായി ചെയ്ത ശുശ്രൂഷകൾ അവിസ്മരണീയവും മാതൃകാപരവുമാണ്. ബഹുമാനപ്പെട്ട ജോർജ് ആലിങ്കൽ അച്ഛന്റെ ജീവിതത്തിന്റെ ആരംഭകാലത്ത് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്നത് കുടുംബാംഗങ്ങളുടെ ഉറച്ച വിശ്വാസത്തിന്റെ ജീവിത മാതൃകയും പ്രാർത്ഥനയുടെ നിമന്ത്രണങ്ങളും സമ്പന്നമാക്കിയ ഒരു ബാല്യകാലമാണ്. ചെറുപ്രായം മുതൽ തന്നെ തന്റെ വലിയ മുത്തശ്ശന്റെ പ്രചോദനത്താലും ഇടവക വികാരിയുടെ ആഹ്വാനത്താലും പ്രേരിതനായി പതിവായി ദൈവവിളിക്കായി പ്രാർത്ഥിച്ചിരുന്നത് അദ്ദേഹം ഓർമ്മിക്കുന്നു. തന്റെ അനുഗ്രഹീതരായ കുടുംബാംഗങ്ങളുടെ ശക്തമായ പിന്തുണയും വഴിനടത്തലുകളും അനുദിനം തിരിച്ചറിഞ്ഞു മുന്നേറിയ ഒരു ബാല്യവും കൗമാരവുമായിരുന്നു ബഹുമാനപ്പെട്ട ആലിങ്കൽ അച്ഛൻ്റേത്. വലിയ മുത്തശ്ശന്റെ സ്നേഹസ്വാധീനമാണ് അദ്ദേഹത്തിന്റെ വിശ്വാസ വളർച്ചയിൽ അടിസ്ഥാനമായി മാറിയത്. അതിനുശേഷം വല്യപ്പച്ചന്റെ ആത്മീയ ദർശനങ്ങളും അദ്ദേഹത്തെ കൈപിടിച്ച് നടത്തി. പൗരോഹിത്യത്തിന്റെ വലിയ മൂല്യത്തെക്കുറിച്ച് ഉറപ്പേറിയ ധാരണകളുള്ള വ്യക്തിയായിരുന്നു വല്യപ്പച്ചനായ ഉലഹന്നാൻ വർക്കി. തനിക്കുള്ളതുപോലെ വ്യക്തമായ ബോധ്യങ്ങൾ സ്വന്തമാക്കിയിട്ട് വേണം തന്റെ കൊച്ചുമകൻ ആ വഴിയിലേക്ക് ഇറങ്ങുവാനെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ഇത്തരത്തിൽ പൗരോഹിത്യത്തിന്റെ മഹാത്മ്യം തിരിച്ചറിഞ്ഞ ഒരു മുൻ തലമുറ നമുക്ക് വലിയ പാഠമായി ഇന്നും അവശേഷിക്കുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദറിന് ചില ഉപദേശം തരും. ഞാൻ അച്ഛനാകുന്നപ്പോൾ പറയും, അത് എളുപ്പമുള്ള കാര്യമല്ല, നല്ലതാണ്, പക്ഷേ എളുപ്പമുള്ള കാര്യമല്ല. എളുപ്പമുള്ളതാക്കണമെന്നൊരു നമുക്ക് നല്ല തീരുമാനങ്ങൾ വേണം, തീരുമാനമില്ലാതെ പോകരുത്. ഈ ചെറുപ്പത്തിൽ അച്ഛനാകണമെന്ന് പറഞ്ഞാൽ നിനക്കൊന്നും അറിയത്തില്ല, നിനക്ക് മീശയും കിളുത്തിട്ടില്ല, പക്വതയായിട്ടില്ല, അതുകൊണ്ട് മീശ കിളക്കാതെ ഇതിനെപ്പറ്റി പോകുന്ന കാര്യത്തെപ്പറ്റി ഒന്ന് ആലോചിക്കേണ്ട, അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ച കുഴപ്പമൊന്നുമില്ലെന്ന് പറയും. അപ്പോൾ ഇങ്ങനെയാണ് മുന്നോട്ട് എൻ്റെ ഗ്രാൻഡ് ഫാദർ പറയും, പാതി ഈറ്റപ്പനും പാതി മരപ്പെട്ടിയായ കത്തനാരാണെ പോകരുതൊരിക്കലും. നീ പൂർണ്ണമായിട്ട് നിനക്ക് വീണം ജീവിത അവസാനം വരെ നീ അച്ഛനായിട്ട് ജീവിക്കാമെന്ന് നീ ആലോചിച്ച് ചിന്തിച്ചിട്ട് വേണം. അതുകൊണ്ട് നിന്നെ ഞാൻ എന്തേരം പഠിച്ചാലും എനിക്ക് കുഴപ്പമില്ല, പഠിത്തം കഴിഞ്ഞിട്ട് പൊക്കോളാൻ പറയും. കുടുംബജീവിതത്തിലും വ്യക്തിജീവിതത്തിലും നിന്ന് തനിക്കുമേലുള്ള ദൈവനിയോഗത്തെ ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ പലപ്പോഴും തിരിച്ചറിഞ്ഞിരുന്നു.
തനിക്ക് എല്ലായ്പ്പോഴും ലഭിക്കുന്ന സ്വർഗീയമായ സംരക്ഷണം, കുടുംബാംഗങ്ങളിൽ നിന്ന് യഥാകാലം പകർന്നു കിട്ടുന്ന ബോധ്യങ്ങൾ, ഓരോ നിമിഷവും ദൈവം കരം പിടിച്ച് നടത്തുന്ന അനുഭവങ്ങൾ, ഇവയെല്ലാം തൻ്റെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയിലെത്തിച്ചേരുവാൻ അദ്ദേഹത്തെ സഹായിച്ചു. അത്ഭുതകരമായ രോഗസൗഖ്യങ്ങളും അനാരോഗ്യത്തെ അതിജീവിക്കുവാൻ കഴിഞ്ഞ അവസരങ്ങളുമെല്ലാം ഉദാഹരണങ്ങളാണ്. 6ലോ 5ലോ ആണ് ഞാൻ പഠിച്ചു. ഞാൻ തളർവാദ രോഗിയായിപ്പോയി. അങ്ങോട്ട് തിരിച്ചാൽ അങ്ങോട്ട് കിടക്കും, ഇങ്ങോട്ട് തിരിച്ചാൽ ഇങ്ങോട്ട് കിടക്കും. അപ്പം ഞാൻ തളർന്ന് കിടക്കുക. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ പഠിച്ചൊരു കെ.എൻ. ജോസഫ് കാവുങ്കൽ നെയ്യാറ്റിശ്ശേരി ഇടവക്കാരന് എൻ്റെ കൂട്ടത്തിൽ ആ ക്ലാസ്സിൽ പഠിച്ചു. അവൻ തളർന്നിട്ട് അവൻ 45 കൊല്ലം കിടന്നാണ് മരിച്ചത്. അങ്ങനെ ചുരുണ്ടുകൂടി. പക്ഷേ ഞാനിങ്ങനെ തളർവാദിയായി കിടക്കും. എൻ്റെ വല്യമ്മച്ചി എന്നാന്ന് വെച്ചാൽ കൊന്ത കൊണ്ടുവന്ന് എൻ്റെ ദേഹത്തോട്ടിട്ട് വലിക്കും. ഈ കൊന്തയുടെ കുരിശ് കൂട്ടിയപ്പോൾ ഇങ്ങനെ, ഓ മാതാവ് പിന്നെ എഴുന്നേൽപ്പിച്ചോളൂ, നീ ഒന്നും പേടിക്കണ്ട എന്നും പറഞ്ഞ് എൻ്റെ കയ്യിലെല്ലാം കൊട്ടി നമ്മളെ ബലപ്പെടുത്തും. 3 മാസം ഞാൻ ആ ട്രീറ്റ്മെൻറ്റ് എന്നിട്ട് താര കോരുക, കിഴി കുത്തുക, പിന്നെ ഒത്തിരി കഷായവും ഇതെല്ലാം കൂടെ 3 മാസമായപ്പോൾ ഞാൻ പഴയപടി എഴുന്നേറ്റ് സ്കൂളിൽ പോകാൻ തുടങ്ങി. 3 മാസത്തോളം കഴിഞ്ഞപ്പോൾ, കാരണം പൂർണ്ണ ആരോഗ്യത്തിലെത്തി. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ചികിത്സയും ഇതെല്ലാം കൂടെ. അത് കഴിഞ്ഞ് ഇങ്ങനെ 7ാം ക്ലാസ് കഴിഞ്ഞ് 8ാം ക്ലാസ് ഞാൻ ആനിക്കാട് സ്കൂളിൽ നിന്ന് ചെങ്ങളം സ്കൂളിൽ വേണം ഹൈസ്കൂളിൽ പഠിക്കണമെന്നൊരു. അപ്പം ഞാനിങ്ങനെ സ്കൂളിൽ പോകുമ്പോൾ ആദ്യ വെള്ളിയാഴ്ചകളിൽ എൻ്റെ അമ്മയ്ക്ക് നിർബന്ധമുണ്ട് പള്ളിയിൽ പോയി കുമ്പസാരിച്ച് കുർബാന കൊണ്ട് പോകാനൊക്കെ ഉള്ളത്. സ്കൂളിൽ കുർബാന ഉണ്ടെങ്കിലോ സമ്മതിക്കുകയല്ലോ. സ്കൂളിൽ ഉച്ചയ്ക്ക് ഞങ്ങളത്ത് കുർബാന ഉണ്ടെന്ന് പറഞ്ഞാൽ അമ്മ പറയും, എൻ്റെ വല്യമ്മയും പറയും, നീ പള്ളിയിൽ നിന്ന് പോയച്ചങ്ങ് പോയാൽ മതി, ഇച്ചിരി അത് മതി. അപ്പം ഞാനിങ്ങനെ ആദ്യ വെള്ളിയാഴ്ചകളിലെല്ലാം പോയി കുമ്പസാരിക്കാനും കുർബാനയൊക്കെ കൊള്ളാനും പോകും. ഞാൻ പോകുന്ന വഴിക്കാണെങ്കിൽ ആനിക്കാട് പള്ളി മുറ്റത്തോടെയാണ് പോകുന്നത്. ആ പള്ളി കയറി വിസിറ്റ് നടത്തും, ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ ചെങ്ങളത്തി കൊണ്ട് സ്കൂളിൽ പുസ്തകം താത്ത് വെച്ചിട്ട് വീണ്ടും പള്ളിയിലോട്ട് പോകും. അവിടെ ചെയ്യുന്ന ദൈവവിളിക്കുള്ള പ്രാർത്ഥന ഒന്നുകൂടെ ചെല്ലും. നേരം വെളുക്കുമ്പോൾ ഒന്ന് ചെല്ലും, വൈകിട്ട് ഒന്ന് ചെല്ലും. ഈ പോൾ വടക്കഞ്ചേരി അച്ഛൻ്റെ ദൈവവിളിക്ക് മുമ്പേ ചൊല്ലി കേൾപ്പിച്ച പ്രാർത്ഥന. അപ്പോൾ ഇങ്ങനെ ചൊല്ലി SLC ക്ലാസ്സിൽ വന്നപ്പം പരീക്ഷ ഞാൻ 3 ദിവസം എഴുതി. ഈ കണക്കിന് പാസ്സാകുക എന്നുള്ള ദുർഘടമാണ്. കണക്ക് ഞാൻ പാസ്സാകുകയില്ല. ബാക്കി എല്ലാത്തിനും എനിക്ക് നല്ല മാർക്കോടെ കിട്ടും, പക്ഷേ കണക്കിന് ഞാൻ പാസ്സാകുകയില്ല. അപ്പോൾ SLCക്ക് പരീക്ഷ വന്നപ്പോഴത്തേന് നീ കണക്കിന് പാസ്സായിട്ടുണ്ട്, സെമിനാരി പോകാൻ എൻ്റെ അമ്മ പറയും. അതുകൊണ്ട് മാതാവിനെ മുറിവ് പിടിച്ച് പ്രാർത്ഥിച്ചു. അപ്പം അങ്ങനെ പറഞ്ഞ മുറിവ് പിടിച്ച് പ്രാർത്ഥിച്ചു. അതെല്ലാം SLC പരീക്ഷ വന്ന് മാർക്ക് പുറത്ത് വന്നപ്പോൾ എനിക്ക് 346 മാർക്ക് കിട്ടി 600-ൽ. വലിയ മുത്തച്ഛന് ശേഷം ബഹുമാനപ്പെട്ട ജോർജച്ചന്റെ ആത്മീയ ജീവിതത്തിൽ വഴികാട്ടികളായി മാറിയത് വല്യപ്പച്ചനും വല്യമ്മച്ചിയുമാണ്. പ്രത്യേകിച്ച് അവരുടെ ജീവിത മാതൃകയും സ്നേഹോപദേശങ്ങളും. അവയെല്ലാം സ്വാംശീകരിച്ചു വളർന്ന ബാല്യം ഏറെ അനുഗ്രഹപ്രദമായി മാറിയതിൽ അതിശയമില്ല. മുൻ തലമുറയുടെ ജീവിത മാതൃക വളർന്നുവരുന്ന തലമുറകളെ എത്രമാത്രം സ്വാധീനിക്കുന്നുവെന്നതിന് ഉദാഹരണമാണ് ഇദ്ദേഹത്തിന്റെ ജീവിതം. ഉറപ്പുള്ള ആത്മീയ ബോധ്യങ്ങളുടെ അടിസ്ഥാനം വിശ്വാസത്തിൽ ഉറച്ച കുടുംബാന്തരീക്ഷമാണെന്ന് ഇദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ അമ്മച്ചിയോട് വലിയ സ്നേഹമാണ് വല്യമ്മയ്ക്ക് എൻ്റെ അമ്മയോട്. എൻ്റെ അമ്മ ഒരിക്കലും ഈ തളർവാദ രോഗിയുണ്ട് അമ്മ ഇട്ടേച്ച് അമ്മച്ചിയുടെ വീട്ടിൽ പോവുകയില്ല. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഈ വാദം വന്നിങ്ങനെ തളർന്ന് ഇരിക്കുന്നതുകൊണ്ട് എപ്പോഴും ഈ കാലിന് നീരും വേദനകളൊക്കെ ഉണ്ടാവും. ഒരു കാലം ഇങ്ങനെ ചുരുണ്ടുകൂടിയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതിന് ഈ ഈ കുഴമ്പ് പ്ലാവിലെ പുരട്ടിയിട്ട് ഞെരിപ്പോട് കൂട്ടി വെച്ചിട്ട് ഈ പ്ലാവില ഈ ഞെരിപ്പോടിൻ്റെ പുറത്ത് കാണിക്കും. ഈ ചകിരി കൂട്ടി വെച്ച് പെരയ്ക്കാത്തൊരു പാത്രത്തിൽ കത്തിച്ചിട്ട് അതുകൊണ്ട് ഈ വല്യമ്മച്ചിയുടെ കാല് തൂക്കണം. അപ്പം ഗ്രാൻഡ് ഫാദർ വന്ന് ഇങ്ങനെ ചെയ്യും. വൈകിട്ടേ പുള്ളി കച്ചവടക്കാരനാണ്, പുള്ളി കടയുണ്ട്. പുള്ളി അങ്ങോട്ട് പോകും, പലചരക്ക് കടയും ആദ്യം ജൗളിക്കടയും പിന്നെ റേഷൻ കടയും, ഇങ്ങനെ പല കടകളാണ് പുള്ളിക്ക്. അപ്പം പുള്ളി ഇങ്ങനെ വൈകിട്ട് വന്ന് ഇങ്ങനെ ഉത്തര ചെയ്ത് എൻ്റെ അമ്മയെ വിളിച്ചേൽപ്പിക്കും, ബാക്കി ഈ ചെയ്യാൻ പറഞ്ഞു വെച്ച്. അപ്പോൾ എൻ്റെ അമ്മ പോയിരുന്നു തൂക്കും. അങ്ങനെ ഇരുന്ന് 65 നവംബർ മാസം 9-ാം തീയതി അമ്മ തീർത്ത് ക്ഷീണം എൻ്റെ വല്യമ്മച്ചി. അത് കഴിഞ്ഞ് പിന്നെ
ഞാൻ അടുത്ത് ചെന്നപ്പോൾ എന്നോട് പറയുക, ഇന്ന് ഉച്ച കഴിഞ്ഞ് വരെ ഞാൻ കിടക്കുമോ, ഞാൻ ഇന്ന് തന്നെ മരിക്കുകയല്ലേ മോനെ. എന്നിട്ട് കുറച്ച് പൈസ എല്ലാം പുള്ളിക്കാരത്തിൽ അരയണ ഒരണ ഈ 8 അണ അതിൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഈ കോട്ടയത്തിനൊക്കെ കടകളിൽ പോയി ചെല്ലുമ്പോൾ ബാക്കി ചില്ലറ മുഴുവൻ പുള്ളി പെറുക്കി വെക്കുന്നതായത് ചുമ്മാ കൊണ്ട് സൂക്ഷിച്ചു നോക്കും, ആർക്കെങ്കിലും കൊടുക്കും. എന്നിട്ട് എന്നെ ഏൽപ്പിച്ചത് ശുദ്ധീകരണാത്മാക്കൾക്ക് വേണ്ടി ഒപ്പീസ് ചെയ്യിക്കാൻ വേണ്ടി 7 രൂപയോ 8 രൂപയോ എൻ്റെ കയ്യിലുണ്ട് ഈ ചില്ലറ. എന്നിട്ട് എന്നോട് പറഞ്ഞു, മരിക്കുന്ന മുമ്പ് പറഞ്ഞു, ഇത് നീ കൊണ്ടുപോയി ഞാൻ മരിച്ചു കഴിയുമ്പോൾ ഒപ്പീസ് ചെയ്യിക്കണമെന്ന്. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അന്നത്തെ വികാരിച്ചൻ പാറയിൽ തോമസ് അച്ഛനും അഗസ്റ്റിൻ പാറേക്കളത്തിലച്ഛൻ അസിസ്റ്റൻറ്റ് വികാരി 2 പേരും കൂടെ ആ വല്യമ്മച്ചയെ കാണാൻ വന്നപ്പോൾ വല്യമ്മച്ചി പറഞ്ഞു, എനിക്ക് വേണ്ടുന്ന ഒരു ആശീർവാദം തരാൻ പറഞ്ഞു. പെട്ടെന്ന് മരിച്ചു. കുരിശുരൂപം ചുംബിച്ചുകൊണ്ട് തന്നെ ഈശോമരം ചൊല്ലി ഈ വല്യമ്മച്ചി ആ സമയത്ത് മരിച്ചു. അപ്പം കുരിശുപുരുപത്തിൻ്റെ മഹാത്മ എനിക്കറിയത്തില്ല. ഈ കുരിശ് ഇവരൊക്കെ വിശ്വാസമല്ലേ, അപ്പം നമ്മളിങ്ങനെ വിശ്വസിച്ചാൽ നമുക്കും കിട്ടുകയല്ലേ, നമുക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുമല്ലേ. അപ്പം നമ്മുടെ ദൈവവിളിക്കലേക്ക് കടക്കുന്ന ഇങ്ങനെയുള്ള ഭാഗ്യപ്പെട്ട അന്ത്യങ്ങൾ അവരുടെ മാതാവിനുള്ള ഭക്തി കൊന്ത ചെലുത്തി. ഈ വല്യമ്മച്ചി എപ്പോഴും ഞാൻ കൊന്ത ചെല്ലിക്കൊണ്ടിരുന്ന ആളാണ്. സെമിനാരി ജീവിതത്തിനു മുൻപ് തന്നെ വല്യപ്പച്ചൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വിദ്യാഭ്യാസം ഡിഗ്രി പഠനം വരെ തുടർന്നുവെങ്കിലും എക്കാലവും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ദൈവവിളിയോടുള്ള ആഭിമുഖ്യം ഉറപ്പുള്ള ബോധ്യമായി സ്ഥാനം പിടിച്ചിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ മാനസികമായി അദ്ദേഹം ഒരു സെമിനാരി വിദ്യാർത്ഥി തന്നെയായിരുന്നു. അതിനു ചേർന്ന ഒരുക്കത്തോടും വിശുദ്ധിയോടും കൂടി ജീവിക്കുവാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു. ഓരോ ഘട്ടത്തിലും സംഭവിച്ചുകൊണ്ടിരുന്ന മാനുഷികമായ പ്രതിസന്ധികൾക്ക് പ്രാർത്ഥനയായിരുന്നു പോംവഴിയെന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു. പരിശുദ്ധ അമ്മയോട് എക്കാലവും കാത്തുസൂക്ഷിച്ച വലിയ അടുപ്പം അദ്ദേഹത്തിന്റെ ആത്മാവിന് വിളക്കായിരുന്നു. സുറിയാനി ഭാഷ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് കാഞ്ഞിരപ്പള്ളി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ അച്ഛനാകണമെന്നുള്ള ആഗ്രഹം ഉള്ളിലിരുന്നു കൊണ്ട് ഫ്രിഡിഗറുടെ സെക്കൻഡ് ലാംഗ്വേജ് സുറിയാനി എടുത്ത് സെക്കൻഡ് ലാംഗ്വേജ് സുറിയാനി തന്നെ സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് ഞാൻ അവിടെ പഠിച്ചു കാഞ്ഞിരപ്പള്ളി കോളേജിൽ. അവിടുന്ന് എനിക്ക് സെക്കൻഡ് ക്ലാസ്സോടെ ഞാൻ പാസ്സായി. ഞങ്ങൾ 7 പേർക്ക് ക്ലാസ് കിട്ടി. 6 സെക്കൻഡ് ക്ലാസ്സും ആർട്സിൽ 1 ഫസ്റ്റ് ക്ലാസ് തേർഡ് ഗ്രൂപ്പിൽ. അപ്പം എനിക്ക് അവിടെ മുന്തിയ മാർക്ക് തന്നെ സെക്കൻഡ് ക്ലാസ് കിട്ടി. ഞാൻ ഉടനെ അവിടുന്ന് ഞാൻ പറഞ്ഞു സെമിനാരിൽ പോകണമെന്ന് അന്ന് ഞാൻ വലിയച്ഛനോട് പറയും. അപ്പോൾ ഈ വലിയച്ഛന് പറയുന്ന കാര്യങ്ങൾ പിന്നെയുണ്ട്. പുള്ളി പറയും, ലോകം മുഴുവൻ നേടി ആത്മാവ് നഷ്ടപ്പെടുത്തിയ ഫലം എന്താ, അത് മകനെ ചിന്തിച്ചുകൊണ്ട് നടക്കുക, വേറെ ഒന്നും ചിന്തിക്കരുത്, അങ്ങനെ പോയാൽ അച്ഛനായ ശരിയാവുള്ളൂ എന്ന് പറയും. ഞാൻ മാതാവിനോട് നിത്യമായിട്ട് പ്രാർത്ഥിക്കും, എനിക്ക് നന്നായിട്ട് എൻ്റെ പരീക്ഷാഫലം തരണം, എൻ്റെ ബുദ്ധിമുട്ടാണ്, എൻ്റെ കഴിവുകേടുകളെ നികത്തി തരണമെന്ന്. മാത്തമാറ്റിക്സിനെ പിന്നെ ഞാൻ പറഞ്ഞു എസ്സിൽ 66 മാർക്ക്, എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് മാത്തമാറ്റിക്സിനായിരിക്കും. ഞാൻ എന്ന് തോറ്റ മാത്തമാറ്റിക്സിന്. അപ്പോൾ ഇതെല്ലാം ദൈവത്തിൻ്റെ പരിപാലനയും നമ്മളെ ദൈവം എങ്ങോട്ടോ നയിക്കുന്നുണ്ട്. കൈ പിടിച്ച് കോളേജിലെ ഹോസ്റ്റലിലെ തല്ലിപ്പൊളി പരിപാടികൾക്കിടെയും അവിടെ സ്പീക്കിങ് നടക്കുന്നുണ്ട്. അവിടെ എന്തെല്ലാം വൃത്തികെട്ട പരിപാടികൾ, സംസാരങ്ങൾ, വൃത്തികെട്ട പുസ്തകങ്ങളുടെ പ്രചരണങ്ങൾ, അതിൻ്റെ എല്ലാ ഇടയ്ക്ക് ഒരു പാടുമ്പോഴേ പറയും ഈശോമിശിഹായ്ക്ക് സ്തുതി, അച്ചൻകുഞ്ഞ് വരുന്നുണ്ടെന്ന് പറയും. എല്ലാ അവന്മാരും ഇതേ പറയുള്ളൂ, അവിടെ അച്ചൻകുഞ്ഞ് വരുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് സ്തുതി ഇല്ലേക്കാന്ന് പറയും. അവന്മാർ എന്നെ സ്തുതിയും ചൊല്ലുമായിരുന്നു. പിന്നെ ഞാൻ ഹോസ്റ്റലിലായിരുന്നു. ഇപ്പം ഞങ്ങൾ ആ വാച്ചിൽ പഠിച്ചിട്ട് ഇപ്പോൾ എല്ലാ വർഷവും കൂടുമ്പോഴവർ പറയും അന്ന് ജോർജ് തിരഞ്ഞെടുത്തത് ഞങ്ങൾക്ക് മോശമായി തോന്നി, ഇപ്പം ഞങ്ങൾക്ക് തോന്നി ഞങ്ങൾക്ക് കൂടെ അച്ഛനായ കൊള്ളാമെന്ന്. എന്ത് സൗഭാഗ്യകരമായ ജീവിതമാണ്. ഒരു സ്ത്രീയെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം മുഴുവൻ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ എന്തെല്ലാം ഇത് ബുദ്ധിമുട്ടുകൾ ക്ലേശം സഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവരിപ്പോഴും എന്നോട് പറയും അന്ന് ഇത് തോന്നിയതെന്നാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വന്ന് തോന്നണമായിരുന്നു, എനിക്കന്ന് തോന്നി ഞാൻ അച്ഛനായ ശരിയാ. എന്നിട്ട് ഞാൻ പറയും ഞാൻ അച്ഛനായതിൽ ഇനിയും ജന്മം കിട്ടിയാൽ ഞാൻ കത്തോലിക്ക പുരോഹിതനെ ആവുള്ളൂ. എനിക്ക് യാതൊരു സംശയം വേണ്ട. നിങ്ങൾ എന്നാ കെടിവെച്ചാലും ഏത് ഹോസ്റ്റലിൽ ജീവിച്ചാലും ഞാൻ കത്തോലിക്ക പുരോഹിതനെ ആവുള്ളൂ. കാരണം എൻ്റെ മുറിയിലൊരു കുരിശുരൂപം, ഒരു മാതാവിൻ്റെ രൂപം ഞാൻ കൊണ്ടാ ഹോസ്റ്റലിൽ താമസിച്ചപ്പോഴും. ബൈബിളും അവിടെ കാണും, പുതിയ നിയമത്തിൻ്റെ പുസ്തകം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇൻസ്പിറേഷനാണെന്ന് ഞാൻ പറഞ്ഞു. ഓരോ നിമിഷവും തനിക്കുമേലുള്ള ദൈവനിയോഗത്തെക്കുറിച്ച് കൂടുതലായി ചിന്തിക്കുവാനും
വ്യക്തമായ ബോധ്യങ്ങളിൽ വളരുവാനും പ്രത്യേകമായി അദ്ദേഹം പരിശ്രമിച്ചിരുന്നു. ആരാധനാക്രമങ്ങളെക്കുറിച്ചും റീത്തുകളെക്കുറിച്ചുമെല്ലാം മനസ്സിലാക്കി തിരുസഭയോട് കൂടുതൽ സ്നേഹം വളർത്തുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അതിൻ്റെ തുടർച്ചയായാണ് മലങ്കര റീത്തിനോട് പ്രത്യേകമായൊരു താൽപ്പര്യം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ രൂപപ്പെട്ടത്. തൽഫലമായി മലങ്കര റീത്തിൽ വൈദികനായി തീരുവാൻ ആഗ്രഹിക്കുകയും അതിനായി അദ്ദേഹം യത്നിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ദൈവിക തീരുമാനം മറ്റൊന്നായിരുന്നു. BA പരീക്ഷയ്ക്ക് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ പാലാ സെൻറ് തോമസ് കോളേജ് ചേർന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ സിറോ മലങ്കര റീത്തിൽ അച്ഛനാകണമെന്ന് ആഗ്രഹം. കാരണം ഏറ്റവും ഭക്തിതീക്ഷ്ണമായിട്ട് കുർബാന ചെല്ലുന്ന സിറോ മലങ്കര റീത്തിലെ കുർബാന കണ്ടപ്പോൾ എനിക്ക് ഇതുപോലെ കുർബാന ചെല്ലണമെന്നുള്ള ആഗ്രഹം. അതിനുവേണ്ടി എന്നെ 69 തിരുവല്ല ഇപ്പോഴത്തെ അതിരൂപതയുടെ മൈനസമിനെ അത്തനേഷ്യസ് പിതാവിനെ ചെന്ന് അരമനെ ചെന്ന് കണ്ടേച്ച് അത്തനേഷ്യസ് പിതാവ് പറഞ്ഞു, മകനെ നീ 3 കൊല്ലം പഠിക്കുക, എന്നിട്ട് തീരുമാനിക്കാം, ചേർക്കുന്നതിന് ഇപ്പോൾ തടസ്സമൊന്നുമില്ല. എന്നിട്ട് ചുണ്ടേവാലച്ചനെ ചെന്ന് കാണാൻ പറഞ്ഞു. തിമോത്തിയോസ് പിതാവായി തീർന്നു പിന്നെ അടുത്ത മെത്തനാനായിട്ട്. അപ്പം തിമോത്തിയോസ് പിതാവിനെ കണ്ട് ചുണ്ടേവാലച്ചനെ കണ്ട് ഞാൻ അവിടെ 3 കൊല്ലം ക്രൈസ്തവാകളം എന്ന് പറഞ്ഞൊരു മാസിക വരുത്തി വായിക്കണമെന്ന് പറഞ്ഞു, സീറോ മലങ്കർ റീത്തിൻ്റെ ഇത്. അപ്പം ക്രൈസ്തവാകളം വൈകിട്ട് 3 കൊല്ലവും ഞാൻ തിരുവല്ല അതിരൂപതയെ ചേരാൻ വേണ്ടി ഞാനിങ്ങനെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ പോവും, കാണും, അത്തനേഷ്യസ് പിതാവിനെ കാണും, ഇടയ്ക്ക് ചുണ്ടേവാലച്ചൻ്റെ അടുത്ത് പോകും, ചുണ്ടേവാലച്ചന് കത്തെഴുതും, ചുണ്ടേവാലച്ചൻ കത്ത് എനിക്ക് തിരിച്ച് കോളേജിലോട്ട് എഴുതും. അങ്ങനെ ഇങ്ങനെ എന്നിപ്പം 72 ഞാൻ പരീക്ഷ ചേരുന്നതിന് മുമ്പ് ഞാൻ അത്തനേഷ്യസ് പിതാവിനെ കാണാൻ ചെന്നപ്പം അത്തനേഷ്യസ് പിതാവ് പറഞ്ഞു, മകനെ ചങ്ങനാശ്ശേരി അതിരൂപയുടെ കത്ത് വേണം, നീ ചങ്ങനാശ്ശേരി, ഞാൻ അന്ന് ചങ്ങനാശ്ശേരി അതിരേക്കാം മൈനസെമിനായി ചേരാൻ പോയത്, അതുകൊണ്ട് നീ അവിടുത്തെ കത്ത് മേടിക്കണം, എന്നാലേ ഇവിടെ സെമിനാരിൽ എടുക്കാൻ ഒക്കുള്ളൂ, മലങ്കര റീത്തിൽ ചേരണം തരും, നിങ്ങളുടെ അതിരൂപതയുടെ കത്ത് സമ്മതം മേടിച്ചാൽ മതി. ഞാൻ അന്നിരുന്ന് തോമസ് നടുവിലേടത്തച്ഛൻ എന്ന് പറയുന്ന മുന്നത്തറക്കാരൻ അച്ഛനാണ്, വിചാരിച്ചും 10-75 വയസ്സുള്ള അച്ഛനാണ്. അച്ഛൻ റിട്ടയർ ചെയ്താൽ പോയത്. അപ്പോൾ അച്ഛൻ എന്നെയും കൂട്ടിക്കൊണ്ട് നമുക്ക് അരമനയിൽ പോകാമെന്നും പറഞ്ഞ് ചങ്ങനാശ്ശേരി അരമനയിൽ ചെന്നു. ഇത് ഭൗതികഭാവം കണ്ട ഉടനെ എന്നാ ഉണ്ട് തോമസ് അച്ഛനോട് കുശലമൊക്കെ ഇങ്ങനെ ഇരിക്കാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞാൽ കസേരയിൽ ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നു, അച്ഛനിരുന്നു. അപ്പോൾ എന്തിനായി തിരുവല്ലാറ്? ഞാൻ പറഞ്ഞു, തിരുവല്ലാറ് 3 കൊല്ലം ഞാൻ തീരുമാനം എടുത്തത് അവിടെ ചേരാനായിട്ട്. ഇപ്പോൾ ഈ രൂപതയ്ക്ക് 5 ആപ്ലിക്കേഷനേ ഉള്ളൂ, അതുകൊണ്ട് ഇവിടെ തന്നെ ചേരണം, അയലോകത്തെ പറമ്പിൽ ഇപ്പം കളയ്ക്കാൻ പോകണ്ട, ഇവിടുത്തെ പറമ്പിൽ കളയ്ക്കാൻ ആളിനെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ തന്നെയാണ് ബോധിപ്പിച്ചത് അതിനോട്. അതുകൊണ്ട് ഇവിടെ തന്നെ ചേരണം, ഇപ്പോൾ പാറയിൽ സെമിനാരിൽ ചെന്ന് അപേക്ഷ അവിടെ കൊടുത്തിട്ട് പോകാൻ പറഞ്ഞു. അപ്പം എനിക്ക് ആകെപ്പാടെ അസ്വസ്ഥത, മറ്റൊരിടത്ത് എന്ന് പറഞ്ഞില്ല. എല്ലാം പാറയിൽ സെമിനാരി കരിമ്പാലച്ചൻ പറഞ്ഞു ഇവിടെ തന്നെ ചേരണമെന്ന് പുള്ളിയും പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ കരിമ്പാലച്ചൻ്റെ ആദ്യം കേട്ടേച്ച് ഞങ്ങൾ അച്ഛനെയും കൂട്ടി ഞാൻ തിരുവല്ലയ്ക്ക് പോയി. തിരുവല്ലയിൽ ചെന്ന് അത്തനേഷ്യസ് പിതാവിനെ കണ്ടു പറഞ്ഞു, മകനെ അത് സാരമില്ല, തിരുസഭയ്ക്കായി ശുശ്രൂഷ ചെയ്യുന്നത്, എവിടെ ഏത് സഭയിൽ ശുശ്രൂഷയും തിരുസഭയ്ക്കായി ശുശ്രൂഷ ചെയ്യുന്നു, അതുകൊണ്ട് സമാധാനത്തിൽ പൊക്കോ, ഞാൻ പ്രാർത്ഥിച്ചേക്കാം എന്നൊരു ആശീർവാദമൊക്കെ തന്ന് പുള്ളി മേശപ്പുറത്ത് സ്ലീവായി എടുത്തെൻ്റെ തലയിലൊക്കെ എന്ന് വെച്ച് പ്രാർത്ഥിച്ചിട്ട് എന്നോട് പറഞ്ഞു പൊക്കോ. ചുണ്ടേവാലസിനെ കണ്ടപ്പോഴും അത് തന്നെ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ ചേരാൻ ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം, സാരമില്ല, 3 കൊല്ലം ഇവിടെ വന്നതൊന്നും സാരമില്ലെന്ന് പറഞ്ഞു. സെമിനാരി ജീവിതത്തിലേക്കുള്ള പ്രവേശനം അല്പം വൈകിയായിരുന്നു എന്നതിനാൽ ചിലർ മുൻധാരണകളോടെയായിരുന്നു തന്നെ വീക്ഷിച്ചിരുന്നത് എന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു. പൗരോഹിത്യത്തോടും ദൈവിക ശുശ്രൂഷയോടും അദമ്യമായ താൽപ്പര്യമുണ്ടായിരുന്നെങ്കിലും പഠനകാര്യങ്ങളിൽ ഏറെ മികവ് പുലർത്തിയിരുന്നുവെങ്കിലും മൈനർ സെമിനാരി റെക്ടറും മറ്റു ചിലരും ആദ്യമൊക്കെ സംശയദൃഷ്ടിയോടെയാണ് അദ്ദേഹത്തെ വീക്ഷിച്ചത്. എന്നാൽ തുടർന്ന് ഒരു മാതൃകാ വിദ്യാർത്ഥിയായി തന്നെ അദ്ദേഹം പരിഗണിക്കപ്പെട്ടു. തുടക്കത്തിൽ സംശയിച്ചിരുന്നവർ പിന്നീട് എക്കാലവും തന്നോട് ആഴമായ സ്നേഹബന്ധം പുലർത്തിയിരുന്നുവെന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നു. മനസ്സിൽ ലാറ്റിൻ പഠിക്കണം. അപ്പം ലാറ്റിൻ പഠിക്കുമ്പോൾ കരിമ്പാലച്ചന് എല്ലാ ദിവസവും ക്ലാസ്സിൽ വരികയില്ല. ചില ദിവസം അച്ഛൻ ആരെങ്കിലും വിസിറ്റേഴ്സ് വരുമ്പോഴേ അച്ഛനങ്ങ് പോകും. അപ്പം ഞാൻ ഈ ക്ലാസ്സിൽ അച്ഛൻ വരാഞ്ഞുകൊണ്ട് സീനിയർ ബ്രദേഴ്സിൻ്റെ ബുക്ക് നോക്കി ലാറ്റിൻ്റെ റൂളും റെഗുലേഷനും ഒക്കെ ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ബുക്ക്, പിറ്റേ ദിവസം പഠിപ്പിക്കാൻ പോകുന്നത്.
അച്ഛൻ വിചാരിച്ചത് പഠിപ്പിച്ചിട്ടാണ് പോയെന്ന്. പിറ്റേ ദിവസം അച്ഛൻ ഇങ്ങോട്ട് ഞങ്ങൾ 5 പേരേ ഉള്ളൂ മൈനസ് സെമിനാറിൽ, 5 പേരേ ഉള്ളൂ ഫസ്റ്റ് ഇയറിൽ. ഞാനൊരു ഗ്രാജുവേഷൻ കഴിഞ്ഞ ആളും മറ്റ് 4 SLC കഴിഞ്ഞ ആളും. ഉടനെ അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ട് ആ റൂൾ റെഗുലേഷൻസാണ് പുള്ളി ചോദിക്കുന്നത്. പുള്ളി പഠിപ്പിച്ചെന്നാണ് പുള്ളി വിചാരിച്ചു. ഉടനെ ഞാൻ എഴുന്നേറ്റെന്ന് പറഞ്ഞു, അച്ഛാ അത് തെറ്റിപ്പോയി, ഇന്നലെ അച്ഛൻ ക്ലാസ് പിന്നെ ഡിക്റ്റേറ്റ് ചെയ്യാമെന്നും പറഞ്ഞ് അച്ഛൻ പോയി, അത് എഴുതിച്ചില്ല, ക്ലാസ് എടുക്കാൻ പൂർത്തിയാക്കാനും പറ്റിയില്ല, അച്ഛൻ ആരാണ്ട് വന്ന് വിളിച്ച് പോയത്, പിന്നെ ഇന്ന് അച്ഛൻ വരുന്നത്, അതുകൊണ്ട് അത് പഠിപ്പിച്ചിട്ടില്ല. ഞാൻ മറ്റേ ബ്രദർ തോമസ് വെള്ളിയാനിപ്പുറത്തിൻ്റെ ബുക്കെടുത്ത് നോക്കിക്കൊണ്ട് പഠിച്ചുകൊണ്ടാണ് എനിക്ക് പറയാൻ സാധിച്ചെന്ന് പറഞ്ഞു. ഉടനെ പറയും, താൻ പട്ടിയുടെ പാല് കുടിച്ചെന്നല്ലേ എന്നെപ്പറ്റി ഇപ്പം പറഞ്ഞതിൻ്റെ അർത്ഥം, തന്നെയൊക്കെ സെമിനാറിലെടുത്ത് എന്നെ തൊഴിക്കണം, താൻ പുറത്തു പോടും, അതാ അതെനിക്ക് നല്ലത് എന്നും പറഞ്ഞു. അപ്പോഴത്തേന് എനിക്കെൻ്റെ മനസ്സ് തകരാൻ തുടങ്ങി. കാരണം ഞാൻ ഈ സെമിനാരി വന്നിട്ട് അച്ഛനാകാൻ പറ്റുന്ന ലക്ഷണമല്ലേ എന്ന് എനിക്കൊരു ഭയങ്കര ഫീല്, എനിക്കൊരു ഭയങ്കര തോന്നൽ. അപ്പോൾ ഞാൻ ആകെപ്പാട് പിന്നെയും ബുദ്ധിമുട്ടി. അതിന് ലാൻഡിത്തോട്ടത്തിൽ ജേക്കപ്പച്ചൻ എന്ന് പറഞ്ഞ അച്ഛനെ തിരിച്ചഭാഗം ഞാൻ അച്ഛനോട് പറഞ്ഞപ്പോൾ കരിമ്പാലച്ചന് ദേഷ്യം കൂടുതലാണ്, അത് മനസ്സിലാക്കണം, അതുകൊണ്ട് ഞാനൊന്നും മിണ്ടണ്ട, സമാധാനത്തിലങ്ങ് ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല സെമിനാരിൽ അന്നേരം. അച്ഛനിതൊക്കെ കാണുന്നുണ്ട്, കരിമ്പാലച്ചനിത് കാണുന്നുണ്ട്, ഞാൻ ഭക്ഷണം കഴിക്കാൻ എഴുന്നേറ്റ് പോകുന്നതിന് 2 യൂറോ എടുത്ത് വെച്ച് ചെക്കപ്പ് പോകുന്ന കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം ഇങ്ങനെ പറഞ്ഞതിൻ്റെ വൈകുന്നേരം അച്ഛൻ ചാപ്പലിൽ പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചേച്ച് ഈ സെമിനാരി ചാപ്പലുണ്ടല്ലോ, ചാപ്പലിലേക്ക് പിന്നെ പോയി പ്രാർത്ഥിക്കും. അപ്പോൾ ഓരോ പ്രദേശത്തും കയറി 2 മിനിറ്റ് ഇറങ്ങി അങ്ങ് പോകും. ഞാൻ ഈ കരിമ്പാലച്ചൻ പുറകെ നിൽക്കുന്നു, ഞാൻ നിശ്ചയിച്ചു പുള്ളി ഇറങ്ങിയിട്ട് ഞാൻ ഇറങ്ങാമെന്ന് നിശ്ചയിച്ച് ഞാൻ പള്ളി മുട്ടയെന്നത് പ്രാർത്ഥിക്കുക. എന്ത് ചെയ്താൽ പുള്ളി ഇറങ്ങുകയില്ല, ഞാനും ഇറങ്ങുകയില്ല. പുള്ളി എന്നെ നോക്കി, ഞാൻ ഇടയ്ക്ക് തിരിഞ്ഞ് നോക്കും പുള്ളി പോയെന്ന്. കാരണം പുള്ളിക്ക് ദേഷ്യമായതുകൊണ്ട് പുള്ളിയുടെ പിന്നെ ഇറങ്ങാൻ കഴിയല്ല എന്നിട്ട്. അപ്പോൾ ഞാൻ പിന്നെ അവസാനം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴുണ്ടല്ലോ, കരിമ്പാലച്ചന് ആദ്യമേ കരിമ്പാലച്ചന് അവസാനം പുറത്തിറങ്ങി, എന്നിട്ട് പുള്ളി വാതൊക്കെ നീക്കുക. ഞാൻ പുറത്തോട്ട് ഇറങ്ങിയ ഉടനെ അച്ഛൻ എൻ്റെ വലത്തെ കൈ പിടിച്ച് പുള്ള കക്ഷത്തിലാക്കി, എന്നിട്ട് എന്നെ കെട്ടി അങ്ങ് പിടിച്ചു. എൻ്റെ മകനെ, ഞാൻ അരിശപ്പെട്ട് നീ വന്ന് വിഷമം വിചാരിക്കുമ്പോൾ പുള്ളി എന്നോട് ക്ഷമ ചോദിക്കുക. ഞാൻ എൻ്റെ അരിശം പാനി ഞാൻ എന്നതേ നീ തന്നെ അങ്ങ് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛൻ വല്ല ഭക്ഷണവും കഴിക്കണം. അച്ഛൻ ഭക്ഷണം കഴിക്കുകയില്ല, അച്ഛന് കടുങ്കാപ്പി കൂടി മാത്രമേ ഉള്ളൂ, വേറെ ഭക്ഷണമൊന്നും കഴിക്കുകയില്ല. അതുകൊണ്ട് അച്ഛൻ ഭക്ഷണം കഴിക്കും. അതാണോ നീ പറയുന്നത്? എന്നാൽ ഇന്നും പോലെ ഞാൻ ഭക്ഷണം കഴിക്കും. ഇനി മുതൽ മൈനസ് സെമിനാരിയുടെ പ്രൊക്രേറ്റർ താനായിരിക്കും എന്നും പറഞ്ഞ് അതിൻ്റെ ചാർജുള്ള താക്കോൽ മേടിച്ച് എൻ്റെ എത്തുന്നു. അത് കഴിഞ്ഞ് റെക്ടറച്ചൻ എന്നോട്, പുള്ളി മൈനസ് സെമിനാരി പഠിച്ച് ആർക്കും കത്ത് എഴുതിയിട്ടില്ല, എനിക്ക് പല കത്തുകൾ പുള്ളി എഴുതിയിട്ടുണ്ട്. ഈ ജീവിതത്തിൻ്റെ ആരംഭഘട്ടങ്ങൾ നമുക്ക് മുന്നിൽ വെളിപ്പെടുത്തുന്നത് ദൈവപരിപാലനയുടെ മാഹാത്മ്യമാണ്. ദൈവത്തോട് ചേർന്നു നിന്ന് ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹിച്ച ഒരാത്മാവിനെ ദൈവം എന്നും ചേർത്ത് നിർത്തിയിരിക്കുന്ന കാഴ്ചകൾ നമുക്കിവിടെ ദർശിക്കാം. തുടർന്നുള്ള കാലങ്ങളിൽ ഏവരും ബഹുമാനപ്പെട്ട ജോർജച്ചന്റെ ആത്മീയ ബോധ്യങ്ങളുടെ തീഷ്ണത മനസ്സിലാക്കുകയും കൂടുതൽ അനുകൂലമായ സാഹചര്യങ്ങളിലേക്ക് അദ്ദേഹം ആനയിക്കപ്പെടുകയും ചെയ്തു. ഡിഗ്രി പഠനം വരെ പൂർത്തിയാക്കിയിരുന്നതിനാൽ സെമിനാരി പഠനകാലത്തിന് ഇളവ് ലഭിക്കുകയുണ്ടായി. ഞാൻ സെമിനാരിയിൽ നിന്നായി ഉടനെ പടിയറ പിതാവ് പറഞ്ഞു, എന്നെ ഒത്തിരിനാൾ സെമിനാരി വേണ്ട, മേജർ സെമിനാരിക്ക് വിടാമെന്ന് പറഞ്ഞു. മേജർ സെമിനാരിക്ക് വിടാമെന്ന് കരിമ്പാലച്ചൻ പറഞ്ഞു, ഞാൻ പൂനായ്ക്കാണ് വേണ്ടെന്ന് പറഞ്ഞു. അപ്പം നവംബർ ആയപ്പോൾ എന്നോട് പറഞ്ഞു പൂനാ സെമിനാരി പോകണമെന്ന് പറഞ്ഞു. പൂനാ സെമിനാരി പോകാനായിട്ട് എന്നോട് ചോദിച്ചുകൊണ്ട് എൻ്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞു, അയ്യോ നിന്നെ പൂനായ്ക്ക് വിടാൻ പറ്റുകയില്ല, നീ കേരളത്തിലെ സെമിനാരി, ഞാൻ പെട്ടെന്ന് മരിച്ചു പോയാൽ ആരുമില്ല, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, നീ എന്നെ പൂനായ്ക്ക് വിട്ടാൽ പറ്റുകയില്ല, ഞാൻ റെക്ടറച്ചനെ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞ് പിറ്റേ ദിവസം പുള്ളി അവിടെ വന്നു, ഗ്രാൻഡ് ഫാദർ. അന്ന് പുള്ളിക്ക് 77 വയസ്സുണ്ട്, പുള്ളിക്ക് ആരോഗ്യത്തിന് കുറവൊന്നുമില്ല. പുള്ളി അവിടെ വന്ന് എൻ്റെ അച്ഛൻ ഇവനെ പറഞ്ഞ പിന്നെ ഈ കേരളത്തിൽ സെമിനാരിയില്ല, വടവാതിരുവാലോ അവിടെ എവിടെയെങ്കിലും ഇവിടെ, ഇപ്പം പൂനെ എന്നാൽ പറഞ്ഞാൽ മംഗലാപുരത്തിനുണ്ട്, അവിടെയാണ് ഫിലോസഫി 2 കൊല്ലം പഠിച്ചാൽ മതി ഗ്രാജുവേഷൻ കഴിഞ്ഞവർക്ക്, അങ്ങോട്ട് വിടാം എന്ന് പറഞ്ഞാൽ അതും പറ്റുകയില്ല. അതിന് പകരം പിന്നെ വേറെ ബ്രദേഴ്സിനെ വിട്ടു. എന്നിട്ട് എന്നോട് പറയാം, വല്യപ്പൻ്റെ താല്പര്യം അനുസരിച്ച് ഞാൻ പഠിച്ച സെമിനാരിയിലേക്ക് ഇങ്ങനെ വിടാൻ പോകും, ആലുവായ്ക്ക് വിടാം, എന്നെ ആലുവായ്ക്കും വിട്ടു. ഞാൻ പറയുന്നത് ദൈവവിളിയുടെ പോക്കുകൾ തമ്പുരാൻ്റെ വഴികളെ നിഗൂഢങ്ങളാണ്. പിന്നെ ഞാൻ ദൈവവിളിക്ക് വേണ്ടി എപ്പോഴും പരിശുദ്ധ അമ്മയോട് കൂടുതൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. ഇവിടെ എല്ലാം ഞാൻ 3 കൊന്തയെല്ലാം അന്നും നോക്കും ഇന്നും നോക്കും.
ഒരു ദിവസം. ഇപ്പോഴും ഞാൻ മുടങ്ങിയ ചിലപ്പം യാത്രയ്ക്കാണെങ്കിൽ ദീർഘമായ യാത്രയാണ് 4 കൊന്തയിലും, ചെറിയ യാത്രയാണ് 1 കൊന്തയിലും. ഇവിടുത്തെ കോമഡി വരെ പോവാണ് 4 കൊന്തയിലും. അത് ഞാൻ ബസ്സിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ചെല്ലിക്കൊണ്ടിരുന്നത്, കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചെല്ലുമായിരുന്നു 1 കൊന്തയെങ്കിലും. പാലായിൽ നിന്ന് പള്ളിക്കത്തോട്ടി വരുന്നവരെയും പള്ളിക്കത്തോട്ടിൽ നിന്ന് പാലായി ചെല്ലുന്നതും വരെ ഡേ സ്കോളറായിട്ട് പഠിച്ചപ്പോൾ. ഹോസ്റ്റലിലാണെങ്കിൽ അവരെന്നാക്കെ ഉഴപ്പിയാലും ഞാൻ എൻ്റെ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. ഞാൻ ദിവസവും കുർബാനയിലെ സംബന്ധിച്ചത് ഹോസ്റ്റലിലായിരുന്നു, CR ഹോസ്റ്റലിലായിരുന്നു. സവിശേഷമായ ജീവിത സാഹചര്യങ്ങളിലൂടെ ദൈവം വളർത്തിയ ഒരു പുരോഹിതൻ. തൻ്റെ ബാല്യകാലത്തെ അനുഭവങ്ങൾ അദ്ദേഹം വിവരിക്കുമ്പോൾ അത് ദൈവിക ഇടപെടലുകൾ കൊണ്ട് അമൂല്യമായി മാറിയ ഒരു ജീവിതകഥയുടെ പുനരാഖ്യാനമാണ്. ഈ അനുഗ്രഹീത കുടുംബം ലോകത്തെ തെളിയിക്കുന്ന വിളക്ക് ഏവർക്കും വെളിച്ചം പകരുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. എവിടെയാണെന്ന രീതിയിൽ ഞാൻ 4:30 മണിക്ക് 5 പള്ളി കുരിശുമടിക്കുമ്പോൾ പള്ളി കയറുക, പ്രാർത്ഥിക്കുക എന്നുള്ളത് അന്നും ഇന്നും ഈ 35 കൊല്ലമായിട്ട് എൻ്റെ ദിനചര്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജോബ്. ഞാൻ ഉറക്കം തൂങ്ങും, ചിലപ്പം ചെല്ലാൻ പറ്റുകയില്ല, നോക്കാൻ പറ്റുകയില്ല, വായിക്കാൻ പറ്റുക. എന്നാലും എനിക്കതൊരു നിർബന്ധമുള്ള കാര്യമാണ്. ഇപ്പോഴും വെളുപ്പിനെ ദേവാലയത്തിലേക്ക് കടക്കുക, അവിടെ പിന്നെ കുർബാന കഴിഞ്ഞ് ഒരു 5 മിനിറ്റെങ്കിലും ഒരു തിരുഹൃദയക്കൊന്ത് ചൊല്ലി പ്രാർത്ഥിക്കും. മരിച്ചുപോയാലും ഞാൻ അവർക്ക് വേണ്ടി ഇപ്പോഴത്തെ ഓരോ കുർബാന ചെല്ലുമ്പോഴും എല്ലാ മരിച്ചവർക്കണിനെ കൈവിരിച്ച് പിടിച്ച് ഇവരെ 6 പേരെ ഓർക്കാതെ, എൻ്റെ പേരൻസിനെയും ഗ്രാൻഡ് പേരൻസിനെയും ഗ്രേറ്റ് ഗ്രാൻഡ് ഓർക്കാതെ ഞാൻ കടന്നു പോവുകയില്ല. ഒറ്റ കുർബാന ഞാൻ അവർ സ്മരിച്ചിട്ടുമില്ല. കാരണം ഇവർ പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മൾ മറിഞ്ഞിട്ടുമില്ലേ. അപ്പോൾ അതുകൊണ്ട് അവരെ നമുക്ക് മറക്കാനൊക്കുകയില്ല. അത് മേടിച്ച് വെച്ചിട്ട് ഞാൻ ഇവർക്കെല്ലാം കത്തെഴുതും. ഇപ്പോൾ ഇവിടുത്തെ അച്ഛനായ പലരും ഇപ്പോൾ എന്നോട് പറയും, മോൻ്റെ സ്വന്തം ആലിങ്കൽ അച്ഛൻ എന്നും പറഞ്ഞാൽ ഞാൻ എഴുതുന്നത്. അപ്പോൾ അവരത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അല്ല, അച്ഛന്മാരായവർ ഈ വൊക്കേഷൻ ഇങ്ങനെ പോയി പല അച്ഛന്മാരും പറയും, അച്ഛൻ്റെ അന്നത്തെ കത്ത് ഞങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറയും.